എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇവർ വിവാഹിതരായാൽ സീരിയലില് ഇപ്പോൾ നടക്കുന്ന എന്താന്ന് വെച്ചാ നമ്മുടെ ഭൂമിജ ഒരുപാട് ഇരുന്ന് കരയുന്നുണ്ട്. അച്ഛന്റെ സർജറിക്ക് വേണ്ടിയുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ള വിഷമത്തില് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പണം ഇനി എങ്ങനെ ഉണ്ടാക്കും, എവിടെ നിന്ന് കിട്ടും എന്ന് ടെൻഷൻ അടിച്ച് പൊട്ടി കരയുന്നുണ്ട് ഭൂമിജ. കാര്യം അച്ഛനും അറിയാൻ പാടില്ല, അമ്മയും അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ ധൈര്യം എല്ലാം പോകും. മാത്രമല്ല അച്ഛന്റെ രോഗത്തെ ഇത് ബാധിക്കുകയും ചെയ്യും. അച്ഛൻ ഈ കാര്യം കണ്ടുപിടിക്കുന്നതിന് മുൻപായി പണം അറേഞ്ച് ചെയ്യണം എന്ന് ആലോചിക്കുവാണ് ഭൂമിജ. വിജയെ പോലെ തന്നെ ടെൻഷൻ അടിച്ചാണ് അച്യുതനും കഴിയുന്നത്. വേറൊന്നുമല്ല, ഭവാനിയെ കണ്ടുമുട്ടിയിരിക്കുന്നു. എന്നെങ്കിലും ഭൂമിജ അവരുടെ വീട്ടിലെ കുട്ടിയാണെന്നുള്ള കാര്യം അറിയുമോ എന്നൊരു ഭയം തന്നെയാണ്. ഒരു വശം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം ഭൂമിജയെ അവർ കൊലപ്പെടുത്തുമോ എന്നൊരു ടെൻഷനും കൂടെ ഉണ്ട് അച്യുതന്. അതുപോലെ തന്നെ ഭൂമിജ എവിടെയെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണം ഒരു വഴി കൂടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്യുതന് അതിനേക്കാളും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, തന്റെ മകളല്ല എന്ന കാര്യം ഭൂമിജ അറിയുമോ എന്നൊരു ടെൻഷനും കൂടെ ഉണ്ട്. അത് മാത്രമല്ല, ഭവാനി ഒരു ഗുണ്ടയെ പറഞ്ഞയക്കുന്നുണ്ടല്ലോ അച്യുതനെ കണ്ടെത്താനും ഈ കുട്ടീനെ കുറിച്ച് അറിയുവാനും ആണ് ഭവാനി ഒരു ഗുണ്ടയെ പറഞ്ഞു വിടുന്നത്. പക്ഷെ വഴിയിൽ വെച്ച് ആ ഗുണ്ടയെ കാണുന്നുണ്ട് അച്യുതൻ. അങ്ങനെ ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ഓടി മറയുന്നുമുണ്ട്. സംഭവങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ അച്യുതന്റെ ഭയം കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. രാവിലെ എഴുന്നേൽക്കുന്ന അച്യുതൻ പത്രം വായിക്കുന്ന സമയത്ത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ പത്രം ഭൂമിജയെ കാണിക്കുന്നുണ്ട്. ഒരു ആഭ്യന്തര മന്ത്രിയുടെ മകന്റെ കൊലപാതകത്തെ പറ്റി CI അജയ് കണ്ടുപിടിച്ചു ആണ് ഈ ന്യൂസ്. അങ്ങനെ അജയുടെ ഫോട്ടോ പത്രത്തിലുണ്ട്, ഭൂമിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്യുതൻ. വാർത്ത കണ്ടപ്പോൾ ഭൂമിജ വിഷമിച്ച് നിൽക്കുവാണ്. വേറൊന്നുമല്ല, ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തത് അജയ്ക്ക് പറഞ്ഞു കൊടുത്തത് ഭൂമിജയാണ്. ഭൂമിജ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ ഇത് ആത്മഹത്യയാണ്, കട്ടയുടെ പുറത്ത് കയറി നിന്നിട്ടുണ്ടാവാം ആത്മഹത്യ ചെയ്തത് എന്നും പറഞ്ഞിട്ടാണ് ഭൂമിജ അജയോട് പറയുന്നത്. പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അജയ് ഭൂമിജയെ വല്ലാണ്ട് പുച്ഛിച്ചിരുന്നു. ഒരു ചായക്കടക്കാരിയുടെ ബുദ്ധി കിട്ടിയിട്ട് വേണ്ട ഈ ഇത് തെളിയിക്കാൻ, അതിനുള്ള കഴിവെല്ലാം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് അജയ്. ന്യൂസിലെന്ന് വെച്ചാൽ ഭൂമിജ പറഞ്ഞു കൊടുത്ത അതേ കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ തെളിയിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഹീറോ ആക്കി കൊടുത്തിരിക്കുന്നത്. സമയത്ത് ഭൂമിജ പറയുവാണ്, ഇത് തലച്ചോറ് മോഷ്ടിച്ചതാ അച്ഛ, എന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭൂമിജ ഒരക്ഷരവും മിണ്ടുന്നില്ല. ഒക്കെ വിടച്ച എന്ന് തന്നെയാണ് പറയുന്നത്. ശേഷം എന്ന് വെച്ചാൽ അംബിക ശ്രദ്ധിക്കുന്നുണ്ട്. അച്യുതന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ആണെങ്കിൽ ബെഡിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഭൂമിജ എടുത്ത് പറയുന്നുണ്ട്. അച്ഛനെ ഡോക്ടറെ കാണിക്കണം, എന്താന്നുള്ള കാര്യം എന്നൊക്കെ അംബിക പറയുന്നുണ്ട്. സമയം അംബിക ടെൻഷൻ അടിക്കാതെ ഇരിക്കാൻ വേണ്ടി ഭൂമിജ പറയുവാണ്, അതൊന്നും സാരയില്ല അമ്മേ, ഇതൊക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചതാണ് എന്നുള്ള കാര്യം അംബികയോട് പറയുന്നുണ്ട്. ഒരു ചെറിയ മുറിവാണ്, അതിപ്പോ പഴുത്ത് കാണും, അതത്ര കാര്യമൊന്നും ആക്കണ്ട എന്ന് തന്നെ ഭൂമിജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നും അമ്മ കാര്യാക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടി അംബികയും അച്യുതനും ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ ഡോക്ടറിനെ കാണാൻ പോയിട്ട് ആ സത്യം അറിയുക തന്നെ അവർ ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി അജിയുടെ വീട്ടിലേക്ക് പ്രസാദവുമായിട്ട് പോകുന്നുണ്ട്. അജിയുടെ വീട്ടില് പൂജ നടക്കുവാണല്ലോ, ആയിട്ടാണ് പോകുന്നത്. അച്യുതൻ മനസ്സിലാക്കിയിട്ടാണോ എന്ന് അറിയത്തില്ല. ഭൂമി ഇപ്പോ പ്രസാദവുമായിട്ട് പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ് ഉള്ള കാര്യം. അച്യുതൻ ഏതായാലും ഭൂമിജയ്ക്ക് നല്ലൊരു സാരി തന്നെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുമുണ്ട്, ഈ സാരി ഉടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനെന്ന്. എന്താന്ന് വെച്ചാൽ അത് വലിയ വീടല്ലേ മോളെ, നമ്മൾ ഇച്ചിരി ഒരുങ്ങിയൊക്കെ വേണം അവിടേക്ക് പോകാനെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാരിയൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഭൂമിജയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോ ഭൂമിജ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണെന്ന് അച്യുതൻ ഏതായാലും അറിയാം. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്തായിരുന്നാലും അച്യുതനും കൂടെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ അജയുടെ വീട്ടില് എല്ലാ പൂജകൾക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ട് അവിടെയുള്ളവർ നിൽക്കുവാണ്. ആണെങ്കിൽ കുറെ കാര്യങ്ങൾ അജയോട് പറയുന്നുണ്ട്. ഭവാനിയും ആ സമയത്ത് അവിടെ ഉണ്ട്. അപ്പോ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന, ഇപ്പൊ അഞ്ജന എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ ഇവിടെ നിൽക്കേണ്ട കുട്ടിയാണ് അഭിരാമി എന്ന്. അഭിരാമി ഇപ്പൊ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. സത്യദാസിന്റെ കാര്യമാണെങ്കിൽ അതിലേറെ കഷ്ടത്തിലുമാണ്. എന്റെ ഭാര്യയും മോളും
എവിടെയാണെന്നുള്ള കാര്യം ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടുമില്ല. നമുക്ക് കണ്ടുപിടിക്കണ്ടേ മോനെ എന്ന് അജയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അജയ് ആ സമയം മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുവാണ്. വാശിയോടെ തന്നെ അജയ് മറുപടി നൽകുന്നുണ്ട്. അപ്പച്ചിയും അഭിരാമിയും എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും മുത്തശ്ശി എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ അഭിരാമിയുടെ അമ്മയുടെയും കാര്യം പറയുമ്പോൾ ഭവാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഭവാനി ഒന്നും ഞെട്ടി നിൽക്കുവാണേ. ആയാലും ഭവാനി അഭിരാമിയോട് എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭവാനി അഭിരാമിയോട് ചെയ്ത ക്രൂരതകൾ ഇവർക്ക് ആർക്കും തന്നെ അറിയത്തില്ല. ഭവാനി അവരുടെ പേര് പറഞ്ഞപ്പോൾ ഈ ഞെട്ടുന്നതിനു കാരണം ചിലപ്പോൾ അഭിരാമിയുടെ അമ്മയുടെ തിങ്ങിന് പിന്നിലും ഭവാനി തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഇവര് സംസാരിച്ച് നിൽക്കുവാണ് അവിടെ. ഈ വാശിയോടെ തന്നെ മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും അവരെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ്, അഞ്ജന റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ ഭവാനി പോകുന്നുണ്ട് അഞ്ജന റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടി. അഞ്ജനയ്ക്ക് ഈ ട്രഡീഷണൽ ഡ്രസ്സിനോടൊന്നും താല്പര്യമില്ല, നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇടാനാണ് താല്പര്യം. അപ്പോൾ അവക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഡ്രസ്സൊക്കെയാണ് ഇടാൻ വേണ്ടി അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ അവിടെ നിൽക്കുവാണ് അഞ്ജന. പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഒരു പൂജ നടക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രം തന്നെ ധരിക്കണം. പരമ്പരാഗതമായിട്ട് മാറി വന്ന ഒരു മാലയുണ്ട്, അത് നിർബന്ധമായിട്ടും നീ ഇടണം എന്ന് പറയുന്നുമുണ്ട്. പക്ഷെ ആ മാല കാണുമ്പോൾ തന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അഞ്ജനയ്ക്ക്. ഭവാനി വന്നിട്ട് പറയുവാണ്, ഇപ്പോൾ എന്താണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കേട്ട് അതൊക്കെ ചെയ്തേ പറ്റൂ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. എന്തെന്ന് വെച്ചാൽ ഇവിടെ യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല, നമുക്ക് ഇവിടുത്തെ സ്വത്തിലോ ഒന്നും അവകാശമില്ല. പക്ഷെ ആ അവകാശങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയാണ് നിന്നോട് അജയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അജയ് നീ വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറയുന്നത്. അമ്മ പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിപ്പോ മനസ്സിലായി അജയ് എന്നെ ആക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം അവനെ കിട്ടിയേ തീരൂ, അതിന്റെ വാശിയാണ് എന്നാണ് അഞ്ജന പറയുന്നത്. പക്ഷേ അഞ്ജന അജയോട് സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിലും അജയ് അതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും അജയെ സ്വന്തമാക്കിയേ തീരൂ എന്നൊരു വാശിയോടെ തന്നെ ആണ് അഞ്ജനയും. അതുകൊണ്ട് തന്നെ അതിനായി എന്തും ചെയ്യും എന്ന് അവൾ പറയുന്നുണ്ട്. മാത്രമല്ല അഞ്ജനയോട് ആ മാല അണിയാൻ വേണ്ടി പറയുന്നുണ്ട്. മാത്രമല്ല അടുത്ത് വരാൻ പോകുന്ന എപ്പിസോഡില് നമ്മുടെ ഭൂമിജയും അതേ സെയിം മാല തന്നെ ഇട്ടോണ്ട് വരുന്നുണ്ട്. ആ സമയം എല്ലാവർക്കും മനസ്സിലാവുമോ ഇത് അവരുടെ അഭിരാമി മോളാണ് ഭൂമിജയെന്ന് മനസ്സിലാകുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതൊക്കെ വരുന്ന എപ്പിസോഡിലെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. മാത്രമല്ല ആ പൂജ അവിടെ നടക്കുമ്പോൾ തന്നെ ഭവാനിക്കെല്ലാം മനസ്സിലാകുമോ എന്നും മനസ്സിലാകുന്നില്ല. ഭവാനിക്ക് മനസ്സിലാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷെ അച്യുതന് മനസ്സിലാകുന്നുണ്ട് അവിടെ എന്തോ ഒരു സംഭവം നടക്കുമെന്ന്. അത് മാത്രമല്ല നമ്മുടെ സത്യദാസും ഭൂമിജയും കണ്ടുമുട്ടും. അപ്പോൾ തന്നെ ഭൂമിജ അച്ഛനെ പോലെ കണ്ടു തന്നെ സംസാരിക്കുന്നുണ്ട് സത്യദാസിനോട്. സത്യദാസനാണെങ്കിൽ ഭൂമിജയെ കാണുമ്പോൾ തന്നെ മിസ്സായി പോയ മകളെയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ എന്റെ മകൾ ഉണ്ടായിരുന്നെങ്കിൽ അജയ് വിവാഹം കഴിക്കാൻ പോകുന്നത് അവളെ തന്നെ ആയിരിക്കും എന്ന് സത്യദാസ് പറയുന്നുമുണ്ട്. മാത്രമല്ല ഭൂമി സത്യദാസിന്റെ മുറിയിൽ പോയി നോക്കുമ്പോൾ മിസ്സായി പോയ അഭിരാമിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പത്തിലെ ഭൂമിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ ഭൂമിയുടെ അമ്മയുടെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമിക്ക് അറിയത്തില്ല ഇത് സ്വന്തം ഫോട്ടോയാണെന്നും സ്വന്തം അമ്മയുടെ ഫോട്ടോയാണെന്നൊന്നും ഭൂമിക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ അച്യുതനും ഭവാനിയുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അച്യുതനോട് ചോദിക്കുമായിരിക്കാം, അതൊക്കെ വരുന്ന എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണാം. മാത്രമല്ല താൻ കൊല്ലാൻ ഏൽപ്പിച്ച കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നെല്ലാം അന്വേഷിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ഈ കുട്ടി ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്യുതനാണെങ്കിൽ മാക്സിമം ഈ ഭൂമിജയെ ഭവാനിയുടെ മുന്നിൽ നിന്ന് മാറുന്നുമുണ്ട്. അച്യുതനാണെങ്കിൽ ഒരു പരിധിവരെ ഭവാനിയുടെ കണ്ണുകളിൽ നിന്നും അകന്നു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താന്ന് അടുത്തു കഴിഞ്ഞാൽ ചോദിക്കുമല്ലോ ഭൂമിജയെ പറ്റി. അത് കാരണത്താലാണ് അച്യുതൻ ഓടി മറയുന്നത്. മാത്രമല്ല അച്യുതൻ ഒരു കള്ളം പറയാൻ കൂടെ പോകുന്നുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾ അന്ന് എന്നെ ഏൽപ്പിച്ച കുഞ്ഞിനെ ഞാൻ കൊന്നു കളഞ്ഞു എന്നായിരിക്കാം അച്യുതൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്റെ കൂടെയുള്ളത് എന്റെ സ്വന്തം മകൾ ഭൂമിജയാണ്. മകൾ കളയാൻ തന്ന അഭിരാമിയുടെ കഴുത്തിൽ കിടന്ന മാല ഞാനൂരി എന്റെ മകൾക്ക് ഇട്ടുകൊടുത്തതാണ് എന്നൊക്കെ അച്യുതൻ പറയാനാണ് ചാൻസ് കൂടുതൽ. മാത്രമല്ല അജയ് ഭൂമിയെ കാണുമ്പോൾ നേരത്തെ കാണുന്നത് പോലെയല്ല, ഇത്തിരി സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കാനാണ് ചാൻസ്. വേറൊന്നുമല്ല, ഒരു കേസില് മന്ത്രിയുടെ മകന്റെ ആ കേസിൽ ഒരു തുമ്പും കിട്ടാതിരുന്ന അജയ്ക്ക് ഭൂമിയാണ് സഹായിച്ചത്. ഭൂമി പറഞ്ഞു കൊടുത്ത ഐഡിയ വെച്ചിട്ടാണ്
കേസ് തെളിയിച്ചത് അജയ്. അതുകൊണ്ട് തന്നെ അതിന്റെ നന്ദി എന്തായാലും അജയ് കാണിക്കാനാണ് സാധ്യത. അങ്ങനെ ഭൂമിയോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് അജയ്. ഇത് കാണുമ്പോൾ ഭൂമിക്ക് തന്നെ അത്ഭുതം തോന്നുവാണേ. പക്ഷെ അജയും ഭൂമിയും നല്ല രീതിയിൽ സംസാരിക്കുന്നത് ഇടപഴകുന്നതൊന്നും അഞ്ജനയ്ക്ക് ഒട്ടും ഇഷ്ടാകുന്നില്ല. അഞ്ജനയ്ക്ക് മാത്രമല്ല ഭവാനിക്കും ഇഷ്ടപ്പെടുന്നില്ല. അഞ്ജന ആ സമയത്ത് ആലോചിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കാൻ പോകുമ്പോ ഒട്ടും തന്നെ അജയ് എന്നോട് മിണ്ടുന്നതേ ഇല്ല. പക്ഷേ അവളുടെ അടുത്ത് എന്ത് കാരണത്താലാണ് ഇത്ര സ്നേഹം തോന്നുന്നത് എന്ന് ആലോചിക്കുന്നുമുണ്ട് അഞ്ജന. അതുകൊണ്ട് തന്നെ ഒരു അസൂയയുടെ പേരിൽ പോലും ഭൂമിയുമായി അഞ്ജന ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല ആ ഒരു വഴക്കില് ചെകിടത്തൊരു അടിയും ഭൂമിജ കൊടുക്കുന്നുണ്ട്. അത് എന്തോ അനാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം അഞ്ജന. ഭൂമി അവിടെ എത്തുന്നതോടുകൂടി തന്നെ സംഗീതയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അവരുടെ കളഞ്ഞുപോയ കൊച്ചുമകളെ ആണ് ഓർമ്മ വരുന്നത്, അഭിരാമിയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇഷ്ടാകുന്നത് ഈ ഭൂമിയെ. മാത്രമല്ല ഭൂമി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പ്രസാദവും അവർക്ക് ഇഷ്ടപ്പെടുവാണേ. നിറഞ്ഞ കുട്ടി, എന്തു നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെ മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഭൂമിയെ പുകഴ്ത്തി സംസാരിക്കുന്നതും ഭവാനിക്കും അഞ്ജനയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ സ്ഥാനം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. സ്ഥാനം കൂടുതലും കൊടുക്കുന്നത് ഭൂമിക്കാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് അസൂയ തന്നെയാണ്. മാത്രമല്ല അച്ചമ്മ പറയുന്നുമുണ്ട്, ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോഴത്തേക്ക് ഭവാനിക്ക് ഒരു ചെറിയൊരു സംശയം കൂടെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ അച്യുതന്റെ മകളാണോ അതോ കൊല്ലാൻ ഏൽപ്പിച്ച കുട്ടിയാണോ? ആ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ ഭവാനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല അജയ്ക്ക് അച്ഛനെയുമായി വിവാഹം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അജയ്ക്കാണെങ്കിൽ അതൊട്ടും താല്പര്യമില്ല. അതിനിടയ്ക്ക് വെച്ചിട്ട് അജയുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടിയുമായി സ്നേഹിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ അഞ്ജനയെ നിനക്ക് ഒഴിവാക്കാൻ കഴിയും. അഞ്ജനയുമായിട്ടുള്ള നിന്റെ വിവാഹം മുടങ്ങും. മാത്രമല്ല ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ ആ വിവാഹം മുടക്കാൻ വേണ്ടിയെന്ന് ആ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ നയന, അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അവളുമായിട്ട് നീ വിവാഹം കഴിക്കുക എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അജയ് പറയുവാണ്, അവളെ ഇനി എവിടെ പോയി അന്വേഷിക്കുവാനാ? അവളെ കുറിച്ചുള്ള ഒരു വിവരവും ഇല്ല. എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന സമയത്ത് ഒരു ഫേക്ക് മാരേജിനെ പറ്റി ഇവർ ആലോചിക്കുന്നുണ്ട്. ഐഡിയ അജയുടെ ഫ്രണ്ടാണ് നൽകുന്നത്. മാത്രമല്ല നീ ഒരു വിവാഹം കഴിക്കുന്നതായിട്ട് ഒരു ഫേക്ക് മാരേജ് നടത്തിയിട്ട് അത് നിന്റെ വീട്ടുകാരെ അറിയിക്കുക, ഇതേ ഉള്ളൂ ഇനി ഒരു വഴി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്. ശേഷം അജയ് ആണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. സമയത്ത് അജയ് ആലോചിക്കുവാണ്, വേറൊന്നുമല്ല ഏത് പെണ്ണ് ഇതിന് തയ്യാറാകും എന്ന് ആലോചിക്കുമ്പോൾ ആയിരിക്കാം നമ്മുടെ ഭൂമിയിലേക്ക് അതെത്തുന്നത്. ഭൂമിക്കാണെങ്കിൽ അച്ഛന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുപാട് കാശ് ആവശ്യമാണ്. മിക്കവാറും ഈ ഒരു പ്ലാന് മിക്കവാറും അല്ല, സത്യത്തിൽ ഈ പ്ലാൻ വരാൻ പോകുന്നത് ഭൂമിക്കാണ്. അപ്പോൾ ആ കാശ് മേടിച്ചിട്ട് അച്ഛന്റെ ട്രീറ്റ്മെന്റ് നടത്താമല്ലോ എന്ന് കരുതിയിട്ട് ഭൂമി ഈ കാര്യത്തില് ഏർപ്പെടും. സമയത്ത് ഭൂമി ചോദിക്കുന്ന അത്രയും പണം കൊടുക്കാന്ന് അജയ് ഉറപ്പ് നൽകുന്നു. അത് കാരണത്താൽ ഭൂമിജ ഈ വിവാഹത്തിന് സമ്മതിക്കും. അജയുടെ നിർദ്ദേശപ്രകാരം ഭൂമിജ ഈ ഫേക്ക് മാരേജിന് സമ്മതിക്കും. അങ്ങനെ ഭൂമിജയും അജയും സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതായിട്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജ് നടത്തി അജയുടെ ഭാര്യയായിട്ട് അങ്ങോട്ടേക്ക് ഭൂമിജ എത്തുന്നുണ്ട്. ആ ഒരു വിവാഹത്തോടെ ഭവാനിക്കും അഞ്ജനയ്ക്കും ഭൂമിജയോട് കൂടുതൽ ശത്രുത തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമ്മുടെ ഇവർ വിവാഹിതരായാൽ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.